അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസീസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ തിരക്കാൻ പോയി. ഇതാണ് എൻ്റെ കിച്ചൺ കേട്ടോ. കിച്ചൻ്റെ ഒരു ഹോം ടൂർ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. ഫ്രൈഡ് റൈസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു സൈഡ് ഡിഷ് എന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചില്ലി ചിക്കൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് അത് തന്നെ നമ്മുടെ ലഞ്ചായിട്ടോ എനിക്ക് ഡിന്നറായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി തൊട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസിനകത്തും ഒരു കോംബോ മീലായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഫ്രൈഡ് റൈസിന് ചെയ്ത ചില്ലി ചിക്കൻ ആണെങ്കിൽ അതേപോലെ ഓരോ ഡിഷിനും അതിന് ചേർന്നതായിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോംബോ രീതിയിലാണ് ഇനി തുടർന്നുള്ള വീഡിയോസ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ, അത് നല്ലതായിരുന്നാലും അത് നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും അത് നിങ്ങൾ എൻ്റെ കമൻസിൽ കൂടി തന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തയ്യാറാക്കാം. ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ചില്ലി ചിക്കന് വേണ്ടി 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ബോണോടുള്ള ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സവാള ക്യൂബായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ടും വേണം, സ്ട്രൈപ്സ് ആയിട്ടും അരിഞ്ഞത് വേണം, പിന്നെ ഒരു ക്യാരറ്റ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. സാധാരണ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കുന്ന ചിക്കൻ. ഇത് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈസി ഒരു മെത്തേഡ് രീതിയിലാണ് ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ തന്നെ കുറച്ച് അധികം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിനാകുമ്പോൾ നമ്മളിങ്ങനെ ഡ്രെയിൻ ചെയ്താണ് റൈസ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം, അളവൊന്നും വേണ്ട ആവശ്യമില്ല. കുറച്ച് കൂടുതൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ഈ 2 വെജിറ്റബിൾസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാവുന്നതാണ്. എനിക്കിവിടെ കൂടുതൽ ഇഷ്ടം ഇത് 2. അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മുട്ടയുടെ അളവും നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. 2 മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയ സോസ്, 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ, റൈസ് ഒരു 90% കുക്കായാൽ മതി. ഞാൻ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം.
ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ചില്ലി ചിക്കനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പം വേഗം നമുക്ക് വഴറ്റി കിട്ടും. ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവ് വേണമെങ്കിൽ 3 പച്ചമുളക് വരെ എടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി എടുത്താൽ നല്ലൊരു കളറും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ സാധാ മുളക് പൊടി എടുക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അളവ് കുറയ്ക്കണം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ റോ സ്മെൽ പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ റോ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിനകത്ത് നമ്മൾ സോസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. പിന്നെ അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇത് കണ്ട് സ്റ്റക്കായി നിന്നിരിക്കുവാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇത് കണ്ട ഇപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്നത് കണ്ടോ. കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചോ പോലെ ഇങ്ങനെ നമുക്ക് കാണും. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. കണ്ടിപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആ സ്റ്റോക്കും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സ്റ്റോക്കൊക്കെ ഇതിലേക്ക് കിടക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വേവിച്ച് ആ വെള്ളവും ഒക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇത്രയും തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തിളച്ച വെള്ളം വേണം ചേർക്കാൻ. ഞാൻ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടപ്പോൾ ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ.
കണ്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതൊന്ന് പൊക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലായിടും കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവും. നേരത്തെ കുറച്ച് നാൾ മുമ്പ് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിപ്പം ഡിന്നറിനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും ആയിരുന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്രൈഡ് റൈസും നല്ലൊരു ചില്ലി ചിക്കനുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്